കേരളത്തിൽ കോടതി വിധിക്ക് പുല്ലുവിലയെന്ന് സീനിയർ കായിക താരങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് കായിക സംഘടനകൾ ഇല്ലാണ്ടാക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിന് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ അത് ഇതുവരെയായിട്ടും നടപ്പാക്കിയിട്ടില്ല. അതിലും ആ ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എനിക്ക് വളരെ നല്ല പ്രതിഷേധമുണ്ട്. അത് ഞാൻ തീർച്ചയായും രേഖപ്പെടുത്തുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേരള സ്പോർട്സ് കൗൺസിലും ബന്ധപ്പെട്ട മിനിസ്റ്ററും കായിക ഭരണാധികാരികളെല്ലാം ഈ വിഷയം വളരെ ഗൗരവമായിട്ട് എടുക്കും, വേണ്ട നടപടികൾ ചെയ്യുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള കായിക താരങ്ങളെല്ലാം ഇന്ന് നിങ്ങളോട് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു നല്ല ഇടപെടലുകളുടെ ആവശ്യകതയുണ്ട്. അത് ആയിരക്കണക്കിന് വരുന്ന സ്പോർട്സ് പേഴ്സൺസിനെ അവരുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇടപെടണമെന്നുള്ളതാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് അന്വേഷിക്കണം. അതായത് ഒരു കണ്ടന്റ് ഓഫ് കോർട്ട്, ഒരു കോടതി വിധി മാനിക്കാതെ 4-5 ദിവസം മത്സരങ്ങൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിനിസ്റ്ററെ, അതും മന്ത്രിസഭയിലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മിനിസ്റ്ററെ വിളിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കോടതി അലക്ഷ്യത്തിന് മന്ത്രിയെ പോലും കരുവാക്കിയ നടപടിക്കെതിരെ എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു അവർ. ന്യൂസ് ഡെസ്ക് മീഡിയ മൈൻഡ്.